ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ കാണിക്കട്ടെ. ഒരു മുറിയിൽ എൻ്റെ മോൻ പനിയായിട്ട് കിടക്കുവാണ്. അപ്പം അവൻ തലവേദനയൊക്കെ ആയിട്ടൊന്ന് പതുക്കെ ഒന്ന് ഉറങ്ങിയുള്ളൂ. അപ്പം ഇന്ന് പോയി ഞാൻ ബുദ്ധിമുട്ടിക്കണം ശരിയല്ലല്ലോ. അപ്പം ഞാൻ ആ സമയത്ത് വീടിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് ഓർത്തു. അപ്പം നമുക്ക് കാണാം. വാ നമുക്ക് പോയി കാണാം. ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻവശം. ഇത് കയറി ചെന്ന് കഴിയുമ്പോഴാണ് ഇത് 1550 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാട്ടോ. ഒത്തിരി വലിയ വീടൊന്നും അല്ല, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പണിതതാണ്. ഇത് ചെരുപ്പൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. അതിൻ്റെ മുകളിൽ 3 മണി പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അത് മെയിൻ റോഡാണ്. ഇത് മെയിൻ വാതിൽ കടന്നു ചെല്ലുമ്പം ഒരു ലിവിങ് റൂമാണ്. അവിടെയാണ് ഞാൻ വിളക്കൊക്കെ വെച്ച് വൈകുന്നേരം രാവിലെയൊക്കെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണിത്. ഒരു മണിപ്ലാന്റ് പാലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു ക്രിസ്റ്റൽ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ഒരു ക്രിസ്റ്റലിൻ്റെ ബോളാണ് അത്. ഞാനും എൻ്റെ ഇളയ മോനും മാത്രമേ വീട്ടിലുള്ളൂ. എൻ്റെ ഹസ്ബൻഡും മൂത്ത മോനും അവർ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അവർ രണ്ടുപേരും അവിടെയാണ്. അവിടെ അവർക്ക് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ അങ്ങ് കൂടി. ഇവിടെ 3 പൂച്ചയുണ്ടേ. അവരിവിടുത്തെ അധിപന്മാരാ. അവർ ഇടയ്ക്കിടയ്ക്ക് കരയണം. ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ വന്ന് കിടന്ന് കരയിക്കലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുഞ്ഞിലേ വന്നതാ. ഈ വാതിലൊരു വാതിലിന് ഒരു കിളിവാതിലുണ്ട് കണ്ട. അതിലെ പുറത്താരെങ്കിലും വന്നാൽ നമുക്ക് അറിയാൻ പാകത്തിന്. പുറത്തുനിന്ന് നോക്കി അകത്തോട്ടിട്ട് കാണുമില്ല, അകത്തുനിന്ന് പുറത്തേക്ക് കാണുകയും ചെയ്യാം. ഇതെൻ്റെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന സ്ഥലമാണേ. ഇവിടെ ഇരുന്നാണ് ഞാൻ വീഡിയോയൊക്കെ എടുക്കുന്നത്. ഒട്ടുമിക്ക വീഡിയോയും ഇവിടെ ഇരുന്ന് എടുക്കുന്നത്. എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ്. എനിക്കിവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന അധികവും വീഡിയോകളൊക്കെ എടുക്കാറുള്ളത്. അതൊരു ഫ്ലവർ ഇങ്ങനെ വെച്ചേക്കുന്നു. ഷോക്കേസാണ്, ഓപ്പൺ ആയിട്ടുള്ളതാണ്. 2 വശം ഓപ്പണാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ അധികം വെച്ചേക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്കെടുത്ത് തേച്ച് ഒക്കെ വെക്കും, കഴുകിയൊക്കെ വെക്കും. ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ്. ചേട്ടൻ എക്സൈസിലെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാജിക് പ്ലാനറ്റിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പൂച്ചയാണ്, കുഞ്ഞൻ എന്ന് പറയും അവൻ്റെ പേര്. ഇത് വാഷ് ബേസിനാണ്. ഇതിൻ്റെ അടിയിലൊരു ഡ്രോകളുണ്ട്. അതിനകത്താണ് ഇൻവേർട്ടറൊക്കെ വെച്ചേക്കുന്നത്. ഇത് കോമൺ ഒരു ബാത്റൂമാണ്. ഇത് മോൻ ഉറങ്ങുന്ന റൂമാണ്. അവനോട് കിടന്നോട്ടെ, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. ഇതെൻ്റെ അടുക്കളയാണ്. ഇതൊരു പാവക്കുട്ടൻ. ഇത് ഞാൻ ഈ ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്നതാണ്. അതായത് നമുക്ക് മേടിക്കാനുള്ള പലചരക്ക് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് എഴുതി അതിനകത്ത് ഇട്ട് വെച്ചേക്കും. അപ്പം ആഴ്ചയിൽ എൻ്റെ ഹസ്ബൻഡ് വരുമ്പം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ട് പോകും. ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ. ഓപ്പൺ ആയിട്ടുള്ള അടുക്കളയാണ്. ഡൈനിങ് റൂമും അടുക്കളയും ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്.
പയറ്, കടല, പരിപ്പ് ഒക്കെ അങ്ങനെ ഒരു ഭരണികളിൽ കൂടി ഇട്ട് വെച്ചേക്കുന്നത്. ഒത്തിരി വർഷം പഴക്കമുള്ളൊരു വീടാണ്. കുറേ വർഷമായതായി വീട് ഞങ്ങൾ പണിതിട്ടേ. അപ്പം അതായത് ഒരു 8 വർഷം ആകാറായി കേട്ടോ വീട് പണിതിട്ട്. ഇത് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇടാറുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഐസൊക്കെ ഉണ്ടാക്കുന്ന. ഇത് കല്ലുപ്പും ഉപ്പും മഞ്ഞപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന സ്ഥലങ്ങൾ, പാത്രങ്ങൾ അതൊക്കെ. ഇതെൻ്റെ ഞാൻ അടുക്കളയിൽ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോന് 7 മണിയാകുമ്പോഴത്തേനും പോകണം. അപ്പം രാവിലെ 4:30 എണീറ്റ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞ് യോഗയൊക്കെ ചെയ്തിട്ട് വന്ന് പണി ചെയ്യുമ്പോഴത്തേ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. 7 മണി ആകുമ്പോഴത്തേനും അവന് പോകുന്നതുകൊണ്ട് അത് എന്നും ഉണ്ട്. ട്യൂഷനും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഞായറാഴ്ചയൊക്കെ ഉണ്ട്. ഇത് ഫിൽറ്ററിൽ നിന്ന് ഞാൻ ഈ കലത്തിലേക്കാണ് വെള്ളം പിടിച്ചു വെക്കുന്നത്. അത് തന്നെ ഫ്രിഡ്ജിലും വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സമയമില്ല, രാവിലെ ഒട്ടും സമയമില്ല. രാവിലെ എനിക്കൊരു 10 മണി വരെ എല്ലാം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ. ആ സമയത്താണ് ഞാൻ അധികവും വീഡിയോ ഒക്കെ എടുക്കുന്നത്. എനിക്ക് 3 പൂച്ചകളുണ്ട്. അവരായത്. ഇത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിലാണ് എല്ലാം പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാൻ ആ ഭരണികളിൽ ഇട്ട് വെക്കുന്നത്. ഇതെല്ലാം ഇതിനകത്തോടെ എല്ലാം നിറച്ച് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കും. ആഴ്ചയിലും മാസത്തിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. സ്റ്റോർ റൂമിന് ഒരു വാതിലുണ്ട്. അത് ഞാൻ അടച്ചിട്ടേക്കും. കാരണം ഇവിടെ പൂച്ചകൾ 3 പേരുണ്ട്. അവരതിനകത്ത് നിന്ന് കയറാൻ സാധ്യത ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് അടച്ചിട്ടേക്കും ഏത് സമയം. അവർ പിന്നെ അതിനകത്ത് കയറത്തില്ല. ഇതിൻ്റെ വർക്ക് ഏരിയയാണ്. പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെയാണ് ഞാൻ കമത്തി വയ്ക്കുന്നത്. കറിവേപ്പില ഒരു ബൗളിനകത്തിട്ട് വെച്ചേക്കുന്ന കണ്ടേക്കുന്നത്. അടുക്കളയിൽ പുറത്തൊരു ഷട്ടിൽ കോർട്ടുണ്ട് മുറ്റത്ത്. അത് മഴ കാരണം അങ്ങോട്ട് ഞാൻ ഇറങ്ങിയില്ല. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഒന്നുമില്ല, ചെറിയൊരു ബെഡ്റൂം. ഒരു കട്ടിലുണ്ട്, ഒരു അലമാരിയുണ്ട്, ഒരു പെട്ടിയുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ മൊബൈലൊക്കെ വയ്ക്കുന്നത്. ഞാൻ വീഡിയോ പിടിക്കുന്നത് ആ കണ്ണാടിക്കകത്ത് കാണാല്ലേ. ഇരിക്കുകയും ചെയ്യാം ഈ പെട്ടിയുടെ മുകളിലേ. ഇതൊരു അലമാരി. ഇത് ബാത്റൂമിൽ നമ്മൾ വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്ന അതിനകത്താണ്. അപ്പം നമ്മൾ ബാത്റൂമിലേക്ക് എടുത്തോണ്ട് കയറാം. അതൊരു ബാത്റൂമാണേ. ഇത് യോഗ മാറ്റ്. രാവിലെ എണീറ്റ് ഞാൻ സൂര്യ നമസ്കാരം ചെയ്യും, എന്നും തന്നെ ചെയ്യും. ഇത് മൂത്തയാളുടെ ബെഡ്റൂമാണ്.
അവൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. മൂന്ന് ബാത്റൂമുണ്ട്. രണ്ടെണ്ണം അറ്റാച്ച്ഡാണ്, ഒരെണ്ണം കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ഇത് അവന് കിട്ടിയ മെഡലുകളൊക്കെയാണ്. ഇതെല്ലാവരുടെയും ഉണ്ട് കേട്ടോ. ചേട്ടന് ഈ എക്സസൈസിൻ്റെ സ്പോർട്സൊക്കെ വരുമ്പോൾ ചേട്ടന് കിട്ടിയതും ഇളയ മോന് കിട്ടിയതും മൂത്തയാൾക്ക് കിട്ടിയതും ഒക്കെ അവിടെ തൂക്കിയിട്ടേക്കുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്.